ഓക്കെ, നമുക്ക് പയ്യെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ഓക്കെ, ഷുവർ ഷുവർ. ഓഡിബിൾ അല്ലേ? യെസ്, ഓടിവിടാം ഓടിവിടാം. ഓക്കെ ഓക്കെ. യെസ്, എന്നാൽ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമേ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളൂ. സോ എൻ്റെ പേര് പ്രണവ്. ഞാനിപ്പോൾ കറൻ്റ്ലി ഒരു ഹാഷ് റൂട്ട് എന്നൊരു കമ്പനിയിൽ AI കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആൻഡ് അതല്ലാണ്ട് ഞാൻ കഴിഞ്ഞ വർഷം 2025 പാസ് ഔട്ടാണ്. അതിനു മുമ്പ് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി GDSCയിലെ കുറച്ച് ആക്റ്റീവ് മെമ്പർ ആയിരുന്നു ഒരു 2 വർഷത്തേക്ക്. പിന്നെ അത് GDG ഓൺ ക്യാമ്പസ് ആയി അതിൻ്റെ ഇടയ്ക്ക്. സോ അങ്ങനെയൊക്കെ കുറേ കമ്മ്യൂണിറ്റീസ് ആക്റ്റീവ് ആണ്, ഇങ്ങനെ സെഷൻസ് എടുക്കാറുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. ആൻഡ് ഇന്നത്തെ ഈ സെഷനിൽ വാട്ട് വിൽ ബി ഡിസ്കസിങ് ഇസ് ദാറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് certain basics of generative AI, because I am sure there are beginners also present in this meeting, right? ഇവിടെ ആരൊക്കെ ബിഗിനേഴ്സ് ഉള്ളത്? ഇവിടെ ഹാൻഡ് റൈസ് ഓപ്ഷൻ ഉണ്ടോ? or you can just type in the message box itself, me or something, some message. ഇവിടെ ഇമോജി ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ റൈസ് ഹാൻഡ് ഓപ്ഷൻ ഉണ്ട്, that's better. So if there are any beginners who does not know anything about generative AI or AI itself, I have 2 people here right now. Any other people? എനിക്ക് ഇത് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു, ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ I only see 2 people here. Yeah, so basically we have beginners in the house. So ഇന്നത്തെ ഈ സെഷനിൽ what we'll be doing is that first we'll start with generative AI. കുറച്ച് ബേസിക്സ് നോക്കിയിട്ട് അതിലധികം ഡീപ്പിലോട്ട് പോകാണ്ട് നമുക്ക് പിന്നെ ഏജൻസിലോട്ട് പോകാം, how agents are working. And finally we'll see a technology that is currently being used to build agents and workflows, agentic workflows, called N8. അതിലൊരു സിമ്പിൾ വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്ത് കാണിക്കാം. സോ യു ക്യാൻ സി വാട്ട് ഇസ് ആക്ച്വലി ഒരു ഏജന്റ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബേസിക് ഏജന്റ് ബിൽഡ് ചെയ്ത് നോക്കും. പിന്നെ സമയമുണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് ടൈം then we'll go through RAG also, but I don't think അതുവരെ എത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏജൻസ് വരെ നമുക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം. And yeah, if you guys have any doubts, you can then and there ask me. There's no issue. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ആൻഡ് ഇവിടെ യൂഷ്വലി ഞാൻ ഗൂഗിൾ മീറ്റ് ആകുമ്പോൾ ഇമോജീസ് യൂസ് ചെയ്യാൻ പറയാറുണ്ട്. സോ ഹിയർ ഇഫ് യു ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇഫ് യു വോണ്ട് ടു ആൻസർ, യു ക്യാൻ ഐദർ, ഇവിടെ ഇമോജീസ് ഇല്ല, സോ യു ക്യാൻ ഐദർ റേസ് യുവർ ഹാൻഡ്സ് ജസ്റ്റ് ഒരു കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓർ യു ക്യാൻ ജസ്റ്റ് എന്താ പറയുക മെസ്സേജ് ബോക്സിൽ ഇതിട്ടാലും മതി. ഓക്കെ, സോ ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് ബോക്സിൽ ഇടാവോ? കാണാൻ പറ്റുമോ മെസ്സേജ് ബോക്സ്? യെസ്, ഓക്കെ. എനിക്ക് മെസ്സേജ് ബോക്സിന് ഓപ്ഷൻ കിട്ടുന്നില്ലായിരുന്നു. സോ ഐ ജസ്റ്റ് ഓഫ് മൈ വീഡിയോ റൈറ്റ് നൗ ആൻഡ് ഐ സ്റ്റാർട്ട് പ്രസന്റിംഗ് മൈ സ്ക്രീൻ. നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അപ്പോൾ തന്നെ പറയാം കേട്ടോ, ബിക്കോസ് ഐ വോണ്ട് ബി ഏബിൾ ടു നോട്ടീസ് മച്ച്. വിസിബിൾ അല്ലേ? Okay, so let's start. So let's actually go through the PPT first. കുറച്ച് ബേസിക്സ് ഓഫ് തിയറി പഠിക്കാൻ നമുക്ക്, എന്നിട്ട് നമുക്ക് പിന്നെ N8 പോവാം. ഓക്കെ, ഞാൻ ബേസിക്കലി എയിം ചെയ്തത് ഇസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് കോഡിങ് ടുഡേ, ബിക്കോസ് നമുക്കിപ്പോൾ കോഡ് പഠിക്കാനും ഇത് ചെയ്യാനും സമയം കിട്ടുമെന്ന് എന്ന് എനിക്ക് തോന്നുന്നില്ല, because we just have 1.5 hours and it would be boring for you guys also. So അതുകൊണ്ട് I thought let's just stick to the theory part and let's just build a workflow using N8. So ഞാൻ ആ N8 ചെയ്യുന്ന സമയത്ത് if you guys want to follow, you can do that also. Okay, it is a simple workflow, nothing complicated. We'll be just building a small agent that can answer current affair related queries also. Okay, so yes, but before any of that, let's just get a basic idea of what is generative AI. So adre mumba, is there anyone who here does not know what an AI is? If there's anyone like that, or
ഇവിടെ ആരൊക്കെ സെക്കൻഡ് ഇയേഴ്സ് ഉണ്ട്? ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയേഴ്സ്? Any first years or second years here? Okay. Find some people here. എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല. ഇവിടെ കുറച്ചൊരു ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയേഴ്സ് ഉണ്ട്. ആൻഡ് നമുക്ക് എ ഐയിലോട്ട് അത്ര പോകണ്ട, ബട്ട് ഐ വിൽ ജസ്റ്റ് ഗിവ് യു എ ബേസിക് ഐഡിയ വാട്ട് ഇസ് എൻ എ ഐ ബിഫോർ വി ഗോ ഇൻ ടു ജനറേറ്റീവ് എ ഐ. സോ എ ഐ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ക്യാൻ റെപ്ലിക്കേറ്റ് ദ ഹ്യൂമൻ വേ ഓഫ് മേക്കിംഗ് പ്രിഡിക്ഷൻസ്. ഒരു ഫ്യൂച്ചറിന്റെ ഒരു കാര്യം നമ്മുടെ ഇത് വെച്ചിട്ട് ഹ്യൂമൻ ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു, എന്താ നടക്കാൻ പോണേ, അല്ലെങ്കിൽ എന്തൊരു ഡിസിഷൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഹ്യൂമൻസിന് ഡിസിഷൻസ് എന്താ എടുക്കണ്ടേ എന്ന് നമുക്ക് ആലോചിച്ച് പറയാൻ പറ്റും. നമ്മുടെ ബുദ്ധി വെച്ച് അത് ആലോചിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഒരു കമ്പ്യൂട്ടർ അതിന് അതിൻ്റെതായ ഫ്രീഡം ഇല്ല. ഇറ്റ് റിലൈസ് ഓൺ ഹ്യൂമൻസ് ടു പെർഫോം the actions. Okay, it needs someone to make decision for it. Okay, so our capability computer nilla, and our capability kodukkan vendite start cheyidoru technology aanu ee artificial intelligence, basically giving the computer or a device an intelligent aspect. Okay, and how does it actually happen? It actually uses mathematics, statistics, anganathe korchu സയൻസസ് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രിഡിക്ഷൻസ് ചെയ്യുന്നത്, എസ്പെഷ്യലി സ്റ്റാറ്റിസ്റ്റിക്സ്. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ മെഷീൻ ഈ പ്രിഡിക്ഷൻസും ഡിസിഷൻസും എല്ലാം എടുക്കുന്നത്. ഓക്കെ, ഇൻ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് ദ ഔട്ട്പുട്ട്സ് വുഡ് ബി ഓൾവേസ് സം ഡിസിഷൻ ഓർ ലെറ്റ്സ് സേ ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, വാട്ട് ഇസ് ദ നെക്സ്റ്റ് വാല്യൂ ഓർ വാട്ട് ഇസ് ദ പ്രഡിക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ വാല്യൂ. അതെല്ലാം ആയിരിക്കും ക്ലാസിക്കൽ മെഷീൻ ലേണിംഗിൽ പോകുന്നത്. ബട്ട് വെൻ വി ഗോ ഇൻ ടു ജനറേറ്റീവ് എ ഐ, ദ ഔട്ട്പുട്ട് ഇസ് വെരി ഡിഫറെന്റ്. അവിടെ ഔട്ട്പുട്ട് എന്താ? അവിടെ ദ ഔട്ട്പുട്ട് ഇസ് ന്യൂ ഇൻഫർമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസിക്കൽ മെഷീൻ ലേണിംഗിൽ ദ ഔട്ട്പുട്ട് ഇസ് നോട്ട് ന്യൂ ഇൻഫർമേഷൻ. ഇറ്റ്സ് ബേസിക്കലി നമ്മൾ കൊടുത്ത ഡേറ്റ അനുസരിച്ച് എന്തെങ്കിലും പ്രിഡിക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസിഫൈ ചെയ്യാനോ, ഒരു കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ, അങ്ങനത്തെ എന്തൊരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ ജനറേറ്റീവ് എ ഐയിൽ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് എ prediction or a decision output, it actually gives a new content. Okay, instead of giving predictions or decisions, it's giving new content. That's why it differs from our classical machine learning or classical AI. So in generative AI, we generate new information. Now adinte kurichana nammal aadyam nokkan പോകുന്നത്. Yes, so ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ജനറേറ്റീവ് എ ഐ, ഏജന്റിക് എ ഐ എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ലേൺ ദീസ് കൈൻഡ് ഓഫ് കോൺസെപ്റ്റ്സ്, ബിക്കോസ് റൈറ്റ് നൗ നിങ്ങളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ജോലി നോക്കുകയാണെങ്കിൽ എല്ലാ ജോലിയിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജനറേറ്റീവ് എ ഐ അല്ലെങ്കിൽ എ ഐ ബേസിക്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ എലവേറ്റ് യുവർ പ്രൊഫൈൽ റിയലി ഗുഡ്. ഓക്കെ, ഇറ്റ് ക്യാൻ റിയലി എലവേറ്റ് യുവർ പ്രൊഫൈൽ. ആൻഡ് മിക്ക ജോബ് റോൾസിലും അതൊരു റിക്വയർമെന്റ് ആണ്, യൂസിങ് ദീസ് എ ഐ ടൂൾസ് ഓർ യൂസിങ് ദീസ് ഓട്ടോമേഷൻ ടൂൾസ് ടു ആക്ച്വലി ഒപ്റ്റിമൈസ് യുവർ വർക്ക് ഫ്ലോസ്. നിങ്ങൾ ചെയ്യുന്ന പണി കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എ ഐ യൂസ് ചെയ്യാൻ അറിയണം. ഓക്കെ, അതെല്ലാ ജോലിയിലും പെടും. ഈവൻ ഇഫ് യു ആർ എ നോൺ ടെക് പേഴ്സൺ, നിങ്ങളുടെ ജോലിയിലും ചിലപ്പോൾ അത് വന്നെന്ന് വരും. ഓക്കെ, ആൻഡ് അതിനു മുമ്പ് വാട്ട് ഇസ് ദിസ് ജനറേറ്റീവ് എ ഐ? സോ ജനറേറ്റീവ് എ ഐ റെഫേഴ്സ് ടു models capable of creating new content such as text, images, audio or code. എന്ന് വെച്ചാൽ എന്തും ആവാം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ആൻസേഴ്സ്. ഇറ്റ് ക്യാൻ ബി ഇമേജസ്, ഇറ്റ് ക്യാൻ ബി ഓഡിയോ ഓർ ഇറ്റ് ക്യാൻ ബി ഈവൻ കോഡ്. നമ്മളെല്ലാം ഇപ്പോൾ കോഡ് എഴുതുന്നത് ഈ ChatGPT-യോ ക്ലോഡോ വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. നിങ്ങൾ കോഡ് എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഐഡിയയിൽ പോവാ, നിങ്ങളുടെ VS കോഡ് പോലെ ഒരു ഐഡിയയിൽ പോവാ, അവിടെ ഒരു കോ പൈലറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ആന്റി ഗ്രാവിറ്റി എടുത്താൽ അതിൻ്റെതായ ഇതുണ്ടാവും, കേഴ്സർ എടുത്താൽ അതിൻ്റെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ടാസ്ക് പറഞ്ഞാൽ മതി. ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഈ ഇടയ്ക്ക് കൊച്ചിയിൽ ലൈക്ക് ഇന്ന് നടന്ന കൊച്ചി മെട്രോ ഹാക്കത്തോൺ ഉണ്ടായിരുന്നു, അതിന് പോയായിരുന്നു. സോ ബേസിക്കലി ദാറ്റ് ഹോൾ ഹാക്കത്തോൺ ഐ ആക്ച്വലി ഓൺലി യൂസ് ദ ടൂൾ കോൾഡ് കോഡെക്സ്. ഓക്കെ, കോഡെക്സ് എന്നൊരു ഓപ്പൺ എയ്ഡ് ആ ടൂൾ യൂസ് ചെയ്ത് മാത്രമാണ് ഞാൻ എൻ്റെ ഫുള്ള് റണ്ണിങ്ങും എല്ലാം ചെയ്തത്. ഞാൻ ഗിറ്റ്ഹബ് കമാൻഡ്സ് പോലും ടൈപ്പ് ചെയ്തില്ല. അതിൽ പറഞ്ഞാൽ അത് ഗിറ്റ്ഹബിൽ പുഷ് ചെയ്ത് വരെ തരും. ഓക്കെ, ഞാൻ ആ ഇന്റർഫേസ് വിട്ടു പോയിട്ടില്ല. ആകെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. സോ ബിറ്റ്വീൻ ക്രോം ആൻഡ്
കോഡെക്സ്. ഐ ഹാഡ് ടു ഡു നത്തിങ്. ഓക്കെ, എഴുതി കോഡ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഒന്നും കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ദർ വാസ് നത്തിങ്. ഗിറ്റപ്പ് കമാൻഡ്സ് പോലും അടിക്കണ്ട, റണ്ണ് പോലും ചെയ്യേണ്ട, അതിൽ പറഞ്ഞാൽ അത് റൺ ചെയ്യാൻ, അത് റൺ ചെയ്ത് തരും. അത്രയും വളർന്നു കഴിഞ്ഞു AI. So you don't even have to code even a little bit anymore. Okay, and generative AI not just refers to text content, it can even generate images, audio, videos. ഇപ്പൊ നമ്മൾ കുറെ ഈ കാറ്റ് വീഡിയോസ് കാണുന്നുണ്ട്, കുറെ പേര് ഇപ്പൊ AI വെച്ച് വീഡിയോസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. So there is a lot of things that you can generate with AI, and it uses patterns from existing data to generate realistic outputs. എന്ന് വെച്ചാൽ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഈ പുതിയ ജനറേറ്റഡ് വീഡിയോസ് ഇതെല്ലാം is not fully generated. Okay, it relies on existing data. ChatGPT, when it was initially released, was trained on all the data from the web. Okay, അന്നത്തെ വെബിലെ എല്ലാ ഡേറ്റയും വെച്ചിട്ട് ട്രെയിൻ ചെയ്തപ്പോഴാണ് ChatGPT എന്നൊരു ടെക്നോളജി നമുക്ക് കിട്ടിയത്. ഓക്കെ, GPT എന്നൊരു ടെക്നോളജി നമുക്ക് കിട്ടിയത്. സോ അതിന്റെ എക്സാമ്പിൾസ് എന്ത് വരും? ടെക്സ്റ്റ് ജനറേഷനിൽ പോയ ChatGPT ഉണ്ട്, ബാർഡ് ഉണ്ട്, പിന്നെ ഇമേജ് ജനറേഷനിലും ഉണ്ട് ഡാലി, സ്റ്റേബിൾ ഡിഫ്യൂഷൻ, ഓഡിയോ ജനറേഷനിൽ ഡീപ് വോയിസ്, അങ്ങനെ കുറേ ടെക്നോളജീസ് ഉണ്ട്. ആൻഡ് ഹൗ ഡസ് ദിസ് ജനറേറ്റീവ് AI ആക്ച്വലി വർക്ക്? ഓക്കെ, ഇതിൽ 3 മെയിൻ സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് വെയർ യു ആക്ച്വലി ട്രെയിൻ ദ ജനറേറ്റീവ് AI മോഡൽ. ഈ മോഡൽ എന്ന് പറയുന്നത് ഇസ് ബേസിക്കലി യു ക്യാൻ ഇമാജിൻ എ ബഞ്ച് ഓഫ് ഇക്വേഷൻസ് ആക്ച്വലി. ഓക്കെ, നമ്മൾ ഈ മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ആക്ച്വലി ജസ്റ്റ് എ പ്രോഗ്രാം. It's actually a bunch of mathematical and statistical equations. അത് വെച്ച് അതിന്റെ പാരാമീറ്റേഴ്സ് മോഡിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ മെഷീൻ ലേണിംഗ് മോഡൽ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഏത് മെഷീൻ ലേണിംഗ് ടാസ്ക് ആയാലും ഏത് AI ടാസ്ക് ആയാലും when you're creating a model, you have to train that model on large amounts of data. Okay, so that it can learn patterns. നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം കൊടുക്കണം, ഓക്കെ, എങ്ങനെയാണ് ഒരു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്, ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ ഒരു മോഡലിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രീ ട്രെയിനിങ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് എന്താ? ഫൈൻ ട്യൂണിങ്. മോഡൽ ഈ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ബട്ട് സംടൈംസ് വി നീഡ് ദ മോഡൽ ഫോർ ഓൺലി സർട്ടൻ ടാസ്ക്. ഓക്കെ, സോ അതിലോട്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഐ വോണ്ട് ടു ക്രിയേറ്റ് എ മോഡൽ ദാറ്റ് ക്യാൻ ആൻസർ ഫൈനാൻഷ്യൽ ക്വസ്റ്റ്യൻസ് ഓർ ലീഗൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഒരു ചെറിയ ടാസ്കിന് വേണ്ടി ആ മോഡലിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഇസ് എ പ്രോസസ് കോൾഡ് ഫൈൻ ട്യൂണിങ്. ഓക്കെ, സോ അതാണ് സെക്കൻഡ് പ്രോസസ്. ആൻഡ് ഫൈനലി ദർ ഇസ് എ പ്രോസസ് കോൾഡ് ജനറേഷൻ. ജനറേഷൻ ഇസ് ആക്ച്വലി എ കമ്പൈൻഡ് പ്രോസസ് വിത്ത് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ്. ഓക്കെ, അവിടെ മെഷീനും വർക്ക് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻസും വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് ഇസ് ദാറ്റ് പ്രോസസ് ആക്ച്വലി ഡൂയിങ്? ഇപ്പൊ ChatGPT ട്രെയിൻ ചെയ്ത സമയത്ത് ഇറ്റ് വാസ് ഓൾസോ ട്രെയിൻ വിത്ത് എ ലോട്ട് ഓഫ് മെലീഷ്യസ് ഇൻഫർമേഷൻ. അത് അവർ ഡെലിബറേറ്റ്ലി ചെയ്തതല്ല, but since it was trained on all the data from the web, there was no guarantee that it could not give any illegal or illicit information. So adu cheyyadirikan vendite many researchers gathered and started asking ChatGPT questions, like illegal questions and all, and based on its answers it fine tuned the parameters to not answer it. Okay, ആ മോഡൽ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനത്തെ ഉത്തരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ട്രെയിൻ ചെയ്തു. And it was a manual process also, and that is the third process, that is called generation. Okay, so we have pre-training, fine tuning and generation. And എന്തൊക്കെ ടെക്നിക്സ് ആണല്ലേ? ഫസ്റ്റ് ടെക്നിക്ക് ഡീപ് ലേണിംഗ് വെച്ചിട്ടാണ്. ഓക്കെ, ഡീപ് ലേണിംഗിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആർക്കിടെക്ചർ ഉണ്ട് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ ജനറേറ്റീവ് AI ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൾഡ് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, അതിലോട്ടൊന്നും നമുക്ക് പോകണ്ട, ബട്ട് ഇറ്റ്സ് എൻ ആർക്കിടെക്ചർ ദാറ്റ് ഹാസ് ആക്ച്വലി working in the current GPT, Claude models and all. Okay, and പിന്നെ GANs ഉണ്ട് for image generation, VAEs ഉണ്ട് for image generation. Okay, ഇതിനെല്ലാം ഡീപ് ലേണിംഗ് ടെക്നോളജീസ് ആണ്. പിന്നെ സെക്കൻഡ് വരുന്നത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അതാണ് നമ്മുടെ ഈ ഞാൻ മൂന്നാമത്തെ പ്രോസസ് ആയിട്ട് പറഞ്ഞ ജനറേഷനിൽ യൂസ് ചെയ്തത്. ഓക്കെ, ഇൻ ഓർഡർ ടു മേക്ക് ഷുവർ ദാറ്റ് ദ മോഡൽ ഇസ് ഗിവിംഗ് അപ്രോപ്രിയേറ്റ് ഔട്ട്പുട്ട്സ്. ഓക്കെ, അവിടാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താ? This was for an offline class, so അതുകൊണ്ട് കുറെ memes എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. So next thing is large language models. നമ്മൾ എന്താണ് ഈ large language models? Large language models are basically AI models designed to understand and generate human-like text. ഈ generative AIയിലെ ഒരു subset ആണ് ഈ large language models or LLMs. So they are basically models trained to understand
and generate human-like text. ഇവിടെ text മാത്രമാണ്, not images. Okay, and this model is built using the transformer architecture. Okay, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മോഡൽ ആർക്കിടെക്ചർ ഇസ് കോൾഡ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ. ആൻഡ് ഇതിന്റെ എക്സാമ്പിൾസ് എന്താ? ഓപ്പൺ എയുടെ GPT സീരീസ്. One point is that ChatGPT is not the model. Okay, ChatGPT is not the LLM. Okay, ChatGPT ഒരു ആപ്ലിക്കേഷൻ ആണ്, ഒരു ആപ്പാണ്. GPT is the model. The full form is generative pre-trained transformer. Okay, so we have the OpenAI GPT series, we have the Google BERT series, Gemini series, Meta Llama series. ഇതെല്ലാം are examples of large language models. Okay, and what are the key features? Language understanding, text completion, summarization, all of that. Okay, നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ ടാസ്കും, അസൈൻമെന്റ് എഴുതലും കോഡ് ജനറേറ്റ് ചെയ്യലും പ്രൊജക്ട് ബിൽഡ് ചെയ്യലും ഇതെല്ലാം ഈ LLMs വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഇനി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. ബട്ട് റൈറ്റ് നൗ വി ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ത്രൂ ദാറ്റ് ആൻഡ് ഗോ ടു ഏജന്റ്സ്. സോ ഇവിടം വരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Does anybody have any doubts? Anyone? Clear ആണ്? Others? Yes, clear. ആർക്കെങ്കിലും, I know it's a bit of theory. Okay, theory ആണ്. ബട്ട് NITL പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ ചെയ്തു പഠിക്കാം. ഓക്കെ, യെസ്. നൗ ലെറ്റ്സ് ഗോ ഇൻടു ഏജന്റ്സ്. നൗ എന്താണ് ഈ ഏജന്റ്സ്? നമുക്ക് ഏജൻസിലോട്ട് പോകുന്ന മുമ്പ് I'll tell you a scenario. I want you guys to answer me. If I go to ChatGPT and ask it, book me a movie ticket for the upcoming Spider-Man brand new day, what would ChatGPT's answer be? Can anyone tell me? ഞാനിപ്പോൾ ChatGPT പോയി പറഞ്ഞു, book me a ticket for the upcoming Spider-Man brand new day movie. അപ്പോൾ ChatGPT എന്ത് പറയും? What do you think it would say? It will give links or methods on how to do. വേറെ എന്തെങ്കിലും? Any other answers? Can't directly access. Yes. Any other answers? I can't directly book tickets for you. I'm ChatGPT. I'm supposed to give messages and can't do it. Okay, basically, we can get either two types of answers. One answer would be, it would tell you what to do, where to go do it. Okay, ഏതെങ്കിലും പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ അത് ഉത്തരം കൊടുക്കും ദാറ്റ് എനിക്കത് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റില്ല, അതിന് ഇൻ്റഗ്രേഷൻ എൻ്റെ ഇതിലില്ല, എനിക്കത് പോയി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഇൻ ദ previous models of ChatGPT, you could not do it. But what if you want to do some action like that? ChatGPTക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. It's like a brain. Okay, ChatGPT or any AI large language model is like a brain. It is trained on the information on what to do. Okay, but അതിന് ഡയറക്ട്ലി അത് പോയി ചെയ്യാൻ പറ്റില്ല. It needs you to do it for it. But what if we give it the ability to do that action? അവിടെയാണ് നമുക്ക് ടൂൾസും ഏജൻസിൻ്റെയും കോൺസെപ്റ്റ്സ് വരുന്നത്. ഓക്കെ, സോ ഇൻ ഓർഡർ ഫോർ ChatGPT to actually go and do that particular action, it has to have a tool integrated to it. Okay, ടൂൾസ് എന്ന് പറഞ്ഞാൽ കുറേ ആവാം. ഇങ്ങനെ മൂവി ടിക്കറ്റ് ബുക്കിംഗ് ടൂൾസ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗൂഗിൾ ഷീറ്റ്സ് മോഡിഫൈ ചെയ്യാനുള്ള ടൂൾസ് ആവാം, ജിമെയിൽ സെൻഡ് ചെയ്യാനുള്ള ടൂൾസ് ആവാം. ഓക്കെ, അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഗൂഗിൾ ഡോക്സിന് വേണ്ടിയൊരു ടൂള്, പിന്നെ വേറെ എന്താ ഉള്ളത്, നിങ്ങളുടെ എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി സാപ്പിയർ അങ്ങനത്തെ കൈൻഡ് ഓഫ് ടെക്നോളജീസ് വെച്ചുള്ള ടൂള്. സോ ബേസിക്കലി നമ്മൾ ഈ ടൂളും അല്ലെങ്കിൽ ഇന്റഗ്രേഷൻസ് ChatGPTക്ക് കൊടുക്കുമ്പോൾ, instead of the ChatGPT just simply telling us what to do, it can actually do that particular action. Okay, now what is an agent? Now agent is basically ഈ ChatGPT അല്ലെങ്കിൽ ഈ LLM plus this tool plus memory and plus a reasoning engine. ഇതെല്ലാം കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഏജന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഏജന്റ് ഇസ് നോട്ട് ജസ്റ്റ് യുവർ LLM. It's a combination of multiple
technologies or multiple integrations. Now that is what we will be discussing now. Okay, so shall I proceed? Let me go into agents. Yes. ആർക്കെങ്കിലും ബോർ അടിക്കുന്നുണ്ടോ? So let me just go into agents. We will cover the basic concepts about agents and then we'll start building a N8N workflow. Okay. Yes. So let me just present my screen. Yes. Now, let's see what is an agent actually. Now, what are these LLM agents? So, LLM agents are basically AI-driven systems leveraging LLMs to perform tasks autonomously. Now, what is this autonomously? ഞാൻ നേരത്തെ പറഞ്ഞു ചാറ്റ് ജി പി ടിക്ക് നേരത്തെയൊക്കെ ഈ ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും പറ്റൂലായിരുന്നു ബിക്കോസ് ഇറ്റ് കനോട്ട് ആക്ച്വലി പെർഫോം ദാറ്റ് ടാസ്ക് വിത്തൗട്ട് എ ഹ്യൂമൻ ഇന്റർവീനിങ് ഇൻ ടു ഇറ്റ്. ഓക്കെ, ആൻഡ് വെൻ വി ഡു നോട്ട് നീഡ് എ ഹ്യൂമൻ ദർ, ഓക്കെ, അവിടെ ഒരു ഹ്യൂമന്റെ ആവശ്യമില്ലെങ്കിൽ we can call that system as autonomous. Okay, because it needs no human interaction. Okay, so that is something we are doing in LLM agents, and these can interact with users, retrieve data and make decisions for you. Okay, so even a LLM works as a brain. It almost works like a human brain. It tells the system what to do, and the system actually does that particular action given the appropriate tools. Okay, now ഇനി എന്തൊക്കെയാണ് ഇതിന്റെ LLM agentsന്റെ key components? LLM agents ആവുമ്പോൾ the first main component would always be the LLM itself. Now what does the LLM do here? ഇവിടെ LLM ഞാൻ പറഞ്ഞ പോലെ acts as the brain because it is being trained on all this information. With just an LLM you can just get the steps of what to do. സോ എൽ എൽ എമ്മിന് എല്ലാം അറിയാം, എൽ എൽ എമ്മിന് എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാം ക്ലിയർ ആണ്. സോ എൽ എൽ എം വിൽ ആക്ട് ആസ് ദ ബ്രെയിൻ ഹിയർ. ഇനി നെക്സ്റ്റ് കമ്പോണന്റ് എന്താ? മെമ്മറി ആൻഡ് കോണ്ടെക്സ്റ്റ് മാനേജ്മെന്റ്. ദിസ് ഇസ് ദ സെക്കൻഡ് മെയിൻ കമ്പോണന്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ചാറ്റിംഗ് വിത്ത് എ പെർട്ടിക്കുലർ ഏജന്റ് ടു ബുക്ക് എ മൂവി ടിക്കറ്റ്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ ചോദ്യം ചോദിച്ചു, ഞാൻ കാര്യം പറഞ്ഞു ദാറ്റ് ഐ വോണ്ട് ടു ബുക്ക് എ മൂവി ടിക്കറ്റ് ഫോർ ദ അപ്കമിങ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ മൂവി. ഓക്കെ, അപ്പോൾ ഏജന്റ് ടെൽസ് ഓക്കെ, ഏജന്റ് പറയുന്നു ഓക്കെ ഞാൻ ബുക്ക് ചെയ്ത് തരാം, എത്ര സീറ്റാ വേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു 2 സീറ്റാ വേണ്ടതെന്ന്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇഫ് ഐ ഡു നോട്ട് ഹാവ് എ മെമ്മറി ആൻഡ് കോണ്ടെക്സ്റ്റ് മാനേജ്മെന്റ്, വാട്ട് ഹാപ്പൻസ് ഹിയർ? ഞാൻ 2 സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോയി അത്. ബട്ട് അതിലോട്ട് പോയ സമയത്ത് ഇറ്റ് ആക്ച്വലി ഫോർഗോട്ട് വാട്ട് വാസ് ദ മൂവി നെയിം ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞ മൂവി നെയിം അത് മറന്നുപോയി. അത് കാരണം എന്ത് പറ്റും? അത് റാൻഡംലി പോയിട്ടൊരു മൂവി ടിക്കറ്റ് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് എ ബാഡ് ആക്ഷൻ, റൈറ്റ്? ഇത് മൂവി ടിക്കറ്റ് ആവാം, വേറെ എന്തെങ്കിലും ഒരു ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ഫ്ലോ ആയാലോ, അവിടെ ഇങ്ങനെ മറന്നുപോയാൽ അല്ലെങ്കിൽ തെറ്റ് ആക്ഷൻ ചെയ്താൽ it can be a huge loss for the person using it. Okay, so memory and context management is an important component for this LLM agent so that it does not forget the context that is required to do that action. Okay, so that is the second component. In the third component എന്താ? Third component is tool usage. ഞാൻ നേരത്തെ പറഞ്ഞു LLM-ന് ഒറ്റയ്ക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റൂല. Okay, because it can just say what it has to be done, but it cannot actually go and do it. And in order to do that, it has to have the appropriate tool connection. ഇപ്പോൾ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബുക്ക് മൈ ഷോ ഒരു ടൂൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ LLM പോയിട്ട് ആ മൂവി ടിക്കറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് തരും. അതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ചെയ്യണം ഈ ഏജന്റ് വെച്ചിട്ട് അതിൻ്റെ എല്ലാം ടൂൾസ് ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അത് ചെയ്യുമ്പോഴേ മാത്രമേ ഉള്ളൂ നമുക്ക്
ആ പെർട്ടിക്കുലർ ആക്ഷൻ സക്സസ്ഫുൾ ആവത്തുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ 3 മെയിൻ കമ്പോണൻസ്. ഇനി ഒരു കമ്പോണന്റ് കൂടി ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ദ ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിംവർക്ക്. നോ വാട്ട് ഇസ് ദിസ് ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിംവർക്ക്? സംടൈംസ് ഒരു ടൂള് മാത്രമായിരിക്കില്ല, കുറേ ടൂൾസ് ഉണ്ടാവും അവിടെ. ഓക്കെ, അല്ലെങ്കിൽ വേറെ കുറെ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ LLM തന്നെ ഉത്തരം കൊടുക്കണോ, അതോ ഏതെങ്കിലും ടൂൾ യൂസ് ചെയ്യണോ, ഇതെല്ലാം LLM മനസ്സിലാക്കണമല്ലോ. സോ ദർ ഹാസ് ടു ബി എ ഫ്രെയിം വർക്ക് ദാറ്റ് ക്യാൻ ഡിസൈഡ് if the LLM has to use a tool, or if the LLM has to retrieve some information, or if the LLM has to use the memory. ഇതെല്ലാം ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് there has to be a decision making framework. Okay, so here the 4 main components are the LLM that acts as the brain for this system, the memory and the context management that stores the necessary information, the tool usage that actually does the action for the LLM, and finally the decision making framework that actually performs the decisions, alengi decides what to do. Okay, so this is LLM agents. In enda, and yeah, there is a difference between an agent and a workflow. Okay, ഏജന്റിന് ഓട്ടോണമസ്ലി പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ, ഏത് ടൂളാ യൂസ് ചെയ്യേണ്ടത്, എന്ത് ആക്ഷനാ ചെയ്യേണ്ടത്, അതെല്ലാം അതിന് തന്നെ തീരുമാനിക്കാൻ പറ്റും. ബട്ട് വി ക്യാൻ ഓൾസോ, ഇൻസ്റ്റെഡ് ഓഫ് ക്രിയേറ്റിംഗ് എൻ ഏജന്റ്, വി ക്യാൻ ഓൾസോ ക്രിയേറ്റ് എ സിമ്പിൾ വർക്ക് ഫ്ലോ. ഇപ്പൊ അവിടെ അത്രയും ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ലെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ആക്ഷൻ മാത്രം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വർക്ക് ഫ്ലോ മാത്രം നടക്കണമെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു ആക്ച്വലി ബിൽഡ് എൻ ഏജന്റ്. വി ക്യാൻ ജസ്റ്റ് write a script, Python script that can perform that actions with your normal LLM functions, prompts, if-else loops, all of those things. Okay, instead of creating an agent for that, you can just create a workflow. അവിടെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആസ്പെക്ടിന്റെ ആവശ്യമില്ല. An agent is when there are multiple integrations and multiple actions to be done, and someone has to actually analyze all these actions and decide what to do. അവിടെയാണ് ഏജന്റിന്റെ ആവശ്യമുള്ളത്. ഇനി ഹൗ LLM agents വർക്ക്? ഫസ്റ്റ് എന്തായിരിക്കും, നമ്മൾ യൂസർ ഒരു ഇൻപുട്ട് ക്വറി കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ബുക്ക് മീ 2 tickets ഫോർ ദ അപ്കമിങ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ മൂവി. ഓക്കെ, സോ അതായിരിക്കും എൻ്റെ യൂസർ ഇൻപുട്ട്. അത് സ്റ്റെപ്പ് 2 പോകുമ്പോൾ എന്ത് നടക്കും? LLM പ്രോസസ്സസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ദ ഇന്റന്റ്. ഇവിടെയാണ് ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിംവർക്കിന്റെ ആവശ്യമുള്ളത്. ഇവിടെ ഞാനിപ്പോ ചെയ്ത ഈ ആക്ഷന് ഒരു ടൂൾ എന്തായാലും വേണം. ബിക്കോസ് LLMന് ഡയറക്റ്റ് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അതിന് എനിക്ക് ടിക്കറ്റ് ആണ് വേണ്ടത്, അല്ലാണ്ട് LLMന്റെ ഉത്തരമല്ല. സോ ഇറ്റ് ഹാസ് ടു ഡിസൈഡ് വെദർ ടു യൂസ് എ ടൂൾ ഓർ വെദർ ടു ജസ്റ്റ് ഗിവ് ദ ആൻസർ. ആൻഡ് എൻ്റെ ഈ ഇൻപുട്ടിന് ഒരു ടൂളിന്റെ ആവശ്യമുണ്ട്. സോ ഇൻ സെക്കൻഡ് സ്റ്റെപ്പ് ദ LLM പ്രോസസ്സസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ദ ഇന്റന്റ് ഓഫ് ദ യൂസർ. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താ? യൂസസ് എക്സ്റ്റേണൽ ടൂൾസ് ഇഫ് നീഡഡ്. ഓക്കെ, ഇവിടെ എൻ്റെ ഈ മൂവി ടിക്കറ്റ് ബുക്കിംഗ് ടൂള് ആവശ്യമുണ്ട്. സോ അത് സ്റ്റെപ്പ് 3 അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ബ്രാൻഡ് ന്യൂ ഡേയുടെ 2 ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഓക്കെ, ദ ബുക്ക് മൈ ഷോ ഇന്റഗ്രേഷൻ വെച്ചിട്ട് അവിടെ 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കും. ഇനി നെക്സ്റ്റ് എന്താ? ജനറേറ്റ്സ് റെസ്പോൺസ് ബേസ്ഡ് ഓൺ കോണ്ടെക്സ്റ്റ് ആൻഡ് റീസണിങ്. എൻ്റെ ഈ ചാറ്റും അല്ലെങ്കിൽ എൻ്റെ ഈ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഉത്തരം കൊടുക്കും. Okay, and finally provides a user with the final output. ഈ ഉത്തരമെല്ലാം കിട്ടി കഴിയുമ്പോൾ അതെനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. So what are the steps? The first step would be the user enters the input query. Second step, the LLM processes and understands the intent of the user. Third step, if we need any kind of tools for this action, then we access the tool. Then fourth step generates response based on context and reasoning. എന്ന് വെച്ചാൽ അവിടെ എങ്ങനെ ടൈപ്പ് ഉത്തരവ് കൊടുക്കേണ്ടത്, ടിക്കറ്റ് ആണോ കൊടുക്കേണ്ടത് അതോ സിമ്പിൾ ഒരു ഉത്തരമാണോ കൊടുക്കേണ്ടത്, അത് ഡിസൈഡ് ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി എന്താണ് ഉത്തരം അത് നമുക്ക് കിട്ടും. ഓക്കെ, നൗ ദിസ് ഇസ് ഹൗ an LLM agent works. എന്തൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഉള്ളത്? There can be customer support bots. ഇപ്പോൾ സംടൈംസ് ഈവൻ ഫോർ പീപ്പിൾ ലൈക്ക് മീ, ഞാനിപ്പോൾ ജോലി അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ സംടൈംസ് ഇപ്പോൾ ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന കോൾസ് ഉണ്ടാവും, കുറച്ച് HR കോൾ ഉണ്ടാവും. അത് ആക്ച്വലി HR തന്നെ ആയിരിക്കില്ല, ഇറ്റ്സ് ഓട്ടോമേറ്റഡ് കോൾസ്. ഓക്കെ, അത് ആക്ച്വലി നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്ക്രീനിങ് ചോദ്യങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എ ക്രെഡിറ്റ് കാർഡ് ഓർ ഇഫ് യു ഹാവ് എ ബാങ്ക് അക്കൗണ്ട്, സംടൈംസ് യു ക്യാൻ ഗെറ്റ് ദിസ് ഓട്ടോമേറ്റഡ് മെസ്സേജസ്. ഓക്കെ, ഇതെല്ലാം ഈ കസ്റ്റമർ സപ്പോർട്ട് ബോട്ട്സ് ആണ്. ഓക്കെ,
അതിനുവേണ്ടി നമുക്ക് ഏജൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ച് അവിടെ ആക്ഷൻ നടക്കാൻ പറ്റും. ദാറ്റ് ഇസ് വൺ ആപ്ലിക്കേഷൻ. പിന്നെ കോഡ് അസിസ്റ്റൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് യൂസ് ചെയ്ത ടൂളായിരുന്നു ഞാൻ കോഡെക്സ് എന്ന് പറഞ്ഞ ടൂൾ. അതിൽ കുറെ ഈ ഏജൻസ് വർക്ക് ചെയ്യണം. ബിക്കോസ് ഗിറ്റ് ഹബ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റഗ്രേഷൻ വേണം. പിന്നെ ഈ പൈത്തൺ കോഡ് റൺ ചെയ്യാൻ വേണ്ടി ഇന്റഗ്രേഷൻ വേണം. റിയാക്ട് റൺ ചെയ്യാൻ വേണ്ടി ഇന്റഗ്രേഷൻ വേണം. ടെർമിനൽ റൺ ചെയ്യാൻ വേണ്ടി ഇന്റഗ്രേഷൻ വേണം. എല്ലാത്തിനും അതിൻ്റെതായ ടൂൾസും ഏജൻസും ആവശ്യമുണ്ട്. സോ ഇവിടെ നമുക്ക് കോഡ് അസിസ്റ്റൻസും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഫൈനലി റീസെർച്ച് അസിസ്റ്റൻസ്. ഇൻ ദ സെൻസ് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും പേപ്പർ എഴുതുവാണോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസെർച്ച് ചെയ്യാൻ നോക്കുകയാണോ. ഫോർ എക്സാമ്പിൾ ആരെങ്കിലും പെർപ്ലക്സിറ്റി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ മൈറ്റ് നോ. നമ്മുടെ ചോദ്യത്തിനനുസരിച്ച് വെബിൽ പോയിട്ട് ആവശ്യമുള്ള റീസെർച്ച് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഉത്തരം കൊടുക്കും. ദാറ്റ് ഇസ് എ തേർഡ് എക്സാമ്പിൾ. പിന്നെ ടാസ്ക് ഓട്ടോമേഷൻ. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ N8N ഇസ് എ ഹ്യൂജ് ആപ്ലിക്കേഷൻ ഫോർ ടാസ്ക് ഓട്ടോമേഷൻ. നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇമെയിൽ എഴുതുന്നതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും റിപ്ലൈ കൊടുക്കുന്നതോ വാട്സപ്പിൽ മെസ്സേജസ് ഇടുന്നതോ അതെല്ലാം ഇവിടെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ AI പവേർഡ് വർക്ക് ഫ്ലോസ്. ഇതേപോലെ എന്തെങ്കിലും വർക്ക് ഫ്ലോസ് ഉണ്ടെങ്കിൽ N8N നമുക്ക് വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഏജൻസ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മൾട്ടി ഏജന്റ് സിസ്റ്റംസ് ഉണ്ട്. സോ മൾട്ടി ഏജന്റ് സിസ്റ്റംസ് ഞാൻ PPT ആയിട്ട് കാണിക്കുന്നില്ല. ഐ ജസ്റ്റ് ബേസിക്കലി ഗിവ് യു എ സ്മോൾ ഐഡിയ. സോ മൾട്ടി ഏജന്റ് സിസ്റ്റംസ് ഇസ് എ സിസ്റ്റം വെർ ദർ ആർ മൾട്ടിപ്പിൾ ഏജന്റ്സ് ദാറ്റ് ആർ ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, ഇവിടെ ഞാൻ ഈ പറഞ്ഞ കോഡെക്സ് എന്ന ടൂളിൽ അവിടെ മൾട്ടിപ്പിൾ ഏജന്റ്സ് ഉണ്ട്. ഓരോരോ യൂസ് കേസിന് ഓരോരോ ഏജന്റ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ ഫ്രണ്ട് എൻഡ് ഏജന്റ് ഉണ്ടാവും. ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ ബാക്ക് എൻഡ് ഏജന്റ് ഉണ്ടാവും. ഗിറ്റ് റൺ ചെയ്യാൻ ഗിറ്റ് ഏജന്റ്, ടെർമിനൽ റൺ ചെയ്യാൻ ടെർമിനൽ ഏജന്റ്. ഓക്കെ, പൈപ്പ് ലൈൻസ് ബിൽഡ് ചെയ്യാൻ പൈപ്പ് ലൈനിന്റെ ഏതെങ്കിലും ഏജന്റ്. ഇങ്ങനെ കുറെ ഏജൻസ് തമ്മിൽ സംസാരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ആരാണ് പ്രവർത്തിക്കേണ്ടത് അത് ഡിസൈഡ് ചെയ്തെടുക്കും. ആൻഡ് ദർ ക്യാൻ ബി ടു ടൈപ്സ്. ഐദർ all the agents talk to each other and do the decision, or there can be a manager agent that delegates the task to each other agent. Okay, ഒരു മാനേജർ ഏജന്റ് ഉണ്ടാവും. അതിന് ആദ്യം നമ്മുടെ ഇൻപുട്ട് പോകും. അത് നമ്മുടെ ഇൻപുട്ട് നോക്കിയിട്ട് ഏത് ഏജന്റിലോട്ട് അയക്കേണ്ടതെന്ന് തീരുമാനിക്കും. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ടൊക്കെ അതേപടി കൊടുക്കും. ഓക്കെ അല്ലേ? ഇവിടം വരെ ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് പതുക്കെ N8N പോയാലോ? Let's go. Yes. ഇനി നമുക്ക് പതുക്കെ N8N പോവാം. And N8N, before we go into that, I'll just give a small introduction about that platform. N8N.io. So N8N എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോം is for creating workflows. Okay, not just AI agents. You can also create normal workflows also. ഏജൻസിന്റെ ആവശ്യം പോലും ഇല്ല. ചെറിയ കുറച്ച് വർക്ക് ഫ്ലോസ്, ഇപ്പോൾ ഇമെയിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ, അല്ലെങ്കിൽ അതേപോലെ ഇവിടെ കുറെ ഐ ക്യാൻ ഷോ യു സം എക്സാമ്പിൾസ് ഹിയർ. യൂസ് കേസസ് കാണിക്കാൻ ഞാൻ. ഇവിടെ എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ? യൂസ് കേസസിൽ തന്നെ ഞാൻ IT ഓപ്പറേഷൻസ് എടുക്കുക. ഐ ജസ്റ്റ് ഷോ യു സം എക്സാമ്പിൾസ് ഹിയർ. ഓക്കെ, ഹെൽപ്പ് ഡെസ്ക് ടിക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇവിടെ ഏജന്റ് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ടിക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് റേസ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് ഒരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് അതിൻ്റെതായ ആൾക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ടിക്കറ്റ് സോൾവ് ആകുമ്പോൾ അത് സോൾവ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. ഓക്കെ, അവിടെ ഏജന്റ് ആവശ്യമില്ല, നമുക്ക് വെറുതെ തന്നെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എംപ്ലോയി ലൈഫ് സൈക്കിൾ. ഓക്കെ, ആളിപ്പോ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളിപ്പോ ജോയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ, ആൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ടാസ്ക്, ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അലേർട്സ് ആൻഡ് ഇൻസിഡൻസ്. ഓക്കെ, എന്തെങ്കിലും അലേർട്സ് കൊടുക്കാനായിട്ട്, ഇപ്പൊ എന്തെങ്കിലും ടാസ്ക് ഇൻകംപ്ലീറ്റ് ആണ്, ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും അലേർട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും അണ്ടർ പെർഫോമിംഗ് ആണ് അത് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ. പിന്നെ അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് വർക്ക് ഫ്ലോസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നോട്ട് ജസ്റ്റ് അബൌട്ട് ഇപ്പോൾ ലീഡ് ഓട്ടോമേഷനിൽ പോയാൽ നമുക്കിപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ലീഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് there is going to be different automations here. കുറേ ടൂൾസ് ഇന്റഗ്രേഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഈവൻ വിത്തൗട്ട് ദ AI ആസ്പെക്ട് ഹിയർ യു ക്യാൻ ബിൽഡ് സം വർക്ക് ഫ്ലോസ്. ഓക്കെ, നമ്മുടെ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഇവിടെ ഇന്റഗ്രേഷൻസ് അവൈലബിൾ ആണ്.
ഇനി അതല്ലാണ്ട് if you want to build AI agents or smart workflows here, you can do that also. Okay, OpenAIയും ജെമിനയും അല്ലെങ്കിൽ ഗ്രോക്കും അങ്ങനത്തെ കുറേ സർവീസസ് ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും in order to build this AI agents. Okay, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് സൈൻ ഇൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഐ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ഷോ യു. ഇവിടെ പോവുക, നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ലിങ്കൊക്കെ പോവും. ആൻഡ് ഇതിൽ കുറച്ച് ഇൻഫർമേഷൻ വരും. ഇൻഫർമേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 14 day ഫ്രീ ട്രയൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഒരു സെർവർ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിമ്പിൾ പ്രോസസ്സാണ്, ജസ്റ്റ് ഒരു സൈൻ ഇൻ പ്രോസസ്സ് പോലെ തന്നെയാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 14 day ഫ്രീ ട്രയൽ ഫോർ ദ N8N ക്ലൗഡ് വേർഷൻ. ഓക്കെ, N8Nൽ 2 വേർഷൻസ് ഉണ്ട്. ഒന്ന് ഈ ക്ലൗഡ് വേർഷൻ, ഇവിടെ തന്നെ നമുക്ക് ഞാനിപ്പോൾ ബിൽഡ് ചെയ്ത പോലെ കുറച്ച് വർക്ക് ഫ്ലോസ് എനിക്ക് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി ഇല്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ക്ലൗഡ് വേർഷൻ അല്ല യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ സെർവറിൽ റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇറ്റ് ഓൾസോ ഹാസ് ദാറ്റ് വേർഷൻ ഓൾസോ. ഓക്കെ, നിങ്ങളുടെ സെൽഫ് ഹോസ്റ്റഡ് വേർഷനും കൂടി അതിലുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് ഇൻ ദ N8N ക്ലൗഡ്, യു ക്യാൻ ഡൗൺലോഡ് N8N ഇൻ ടു യുവർ സെർവർ. നിങ്ങളുടെ AWS Azure സെർവറിൽ റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് പ്രൈസിങ്ങും കോസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇഫ് യു വാണ്ട് ഇൻഡിപെൻഡൻറ്റ് ആക്സസ് ഓർ ഇഫ് യു വാണ്ട് സെക്യൂരിറ്റി of your server, then you can download N8N and then run it in your server. അപ്പോൾ 2 ഓപ്ഷനും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ബെറ്റർ യു സ്റ്റാർട്ട് വിത്ത് ദ ക്ലൗഡ് വേർഷൻ. ഓക്കെ, ക്ലൗഡ് വേർഷനിൽ ഇവിടെ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി കിട്ടും. 14 ദിവസത്തേക്ക് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വർക്ക് ഫ്ലോസ് പോകും. ഓക്കെ ഓക്കെ അല്ലേ? സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. സമയം കിട്ടുമ്പോൾ, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ട, പിന്നെ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് start building a workflow. So before in today we'll be building a small agentic workflow. And idil endha cheyan ponennu vecha we'll be integrating a web search tool into the N8N workflow. Okay, Tavilize search ennu parnja oru web search tool nammal ivide integrate cheyum. അതുകൊണ്ട് എന്താ ഗുണം? ഇപ്പോൾ ഒരു നോർമൽ ഒരു LLM മോഡൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അതിന് കറണ്ട് ഇൻഫർമേഷൻ എന്താണെന്ന് അറിയില്ല. ആൻഡ് അറിയണമെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് പ്രോസസ്. എല്ലാ ദിവസവും റീട്രെയിൻ ചെയ്യേണ്ടി വരും. അത് ഇറ്റ്സ് ഇംപോസിബിൾ. ഓക്കെ, ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ട്രെയിൻ ദ LLM എവറി ഡേ ഓൺ ന്യൂ ഇൻഫർമേഷൻ. സോ ദർ ഹാസ് ടു ബി എ വേ വേർ വി ക്യാൻ ഗെറ്റ് ദ ന്യൂ ഇൻഫർമേഷൻ വിത്തൗട്ട് ഈവൻ ഹാവിങ് ടു ട്രെയിൻ ദ LLM. അപ്പോൾ നമുക്കൊരു വെബ് സെർച്ച് ടൂള് ഈ LLM വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആൻഡ് whenever there is a need to search the web in order to get the information, it can use this web search tool. അത് വെച്ച് വെബ് സെർച്ച് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ദ വർക്ക് ഫ്ലോ വിൽ ബി ബിൽഡിംഗ് ടുഡേ. സോ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഐ ജസ്റ്റ് ക്രിയേറ്റ് ദ വർക്ക് ഫ്ലോ ഫ്രം സ്ക്രാച്ച് ആൻഡ് ഷോ യു. ഓക്കെ, ഇറ്റ്സ് എ സിമ്പിൾ വർക്ക് ഫ്ലോ. നമുക്ക് സ്ക്രാച്ചിൽ ബിൽഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ലെറ്റ് മി ജസ്റ്റ് ബിൽഡ് ഇറ്റ് യൂസിങ് സ്ക്രാച്ച്. സോ വെൻ യു ആർ സ്റ്റാർട്ടിങ് എ വർക്ക് ഫ്ലോ ഇറ്റ് വുഡ് ബി ലൈക്ക് ദിസ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ചാറ്റ് ഇൻറ്റഗ്രേഷൻ ആണ്. ഇവിടെ തന്നെ ഒരു സാമ്പിൾ ചാറ്റ് ക്രിയേറ്റ് ആവും. സോ അതിന് ഇഫ് ആഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറേ നോട്ട്സ് കിട്ടും. ഓക്കെ, ആൻഡ് ഈ നോട്ട്സ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇൻറ്റഗ്രേഷൻസ് ആണ്. ഓക്കെ, കുറേ ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ സെർച്ച് ചെയ്തു. ഗൂഗിളിൻ്റെ ഇത്ര ആപ്ലിക്കേഷൻസിൻ്റെ ഇൻറ്റഗ്രേഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഗൂഗിൾ ഷീറ്റ്സ്, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ജെമിനൈ, ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ കാലണ്ടർ, ഗൂഗിൾ ചാറ്റ്, ഗൂഗിൾ ആപ്സ്. ഇപ്പം ഇതിലോട്ട് പോയാൽ ഗൂഗിൾ ഡ്രൈവിലോട്ട് പോയാൽ എന്തൊക്കെ ആക്ഷൻസ് ഉണ്ട്? ഓൺ ചേഞ്ചസ് ടു എ സ്പെസിഫിക് ഫയൽ, എന്തെങ്കിലും വേറെ ചേഞ്ചസ് വന്നാൽ, പിന്നെ കോപ്പി ഫയൽ, ക്രിയേറ്റ് ഫയൽ, ഡിലീറ്റ് ഫയൽ, ഇങ്ങനത്തെ കുറേ ആക്ഷൻസ് എനിക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് സേ ഗൂഗിൾ കോണ്ടാക്ട്സ് എടുത്താൽ ക്രിയേറ്റ് കോണ്ടാക്ട്, ഡിലീറ്റ് കോണ്ടാക്ട്, ഗെറ്റ് കോണ്ടാക്ട്, ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഇസ് ടു ക്രിയേറ്റ് എ ചാറ്റ്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഓപ്ഷനിൽ ഐ ഗെറ്റ് എ ഓൺ ചാറ്റ് മെസ്സേജ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എനിക്കൊരു ചാറ്റ് പോപ്പപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് യു ക്യാൻ സീ. ലെറ്റ് മീ ജസ്റ്റ് ടൈപ്പ് എ മെസ്സേജ് ഹായ് ഹിയർ. ബട്ട് ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ,
ചാറ്റ് മെസ്സേജ് റിസീവ്ഡ്. ഇനി ഇത് എവിടെയാ പോകേണ്ടത്? ഇത് നമ്മുടെ ഏജന്റിലോട്ട് പോകണം. സോ നൗ ലെറ്റ്സ് ക്രിയേറ്റ് എ AI ഏജന്റ്. സോ അതിന് വേണ്ടിയിട്ട് ഈ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ക്യാൻ സി മെനി ഓപ്ഷൻസ് ഹിയർ. ഓക്കെ, ഇവിടെ AI ഏജന്റ് ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ആക്ഷൻ നടക്കണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഇവിടെ ഇൻ്റഗ്രേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. AWS ആവാം, ഗൂഗിൾ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ആവാം. ഓക്കെ, അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. അതിലെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്ത് വെക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു AI ഏജന്റ് ഇവിടെ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ AI ഏജന്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ AI ഏജൻസാണ് വേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പൺ AIയുടെ വേണോ, മൂൺഷോട്ടിൻ്റെ വേണോ, ഗൂഗിൾ ജെമിനി വേണോ, ആന്ത്രോപ്പിക് വേണോ. ഫ്രം ഹിയർ ഐ എം സെലക്ടിങ് ദിസ് AI ഏജന്റ് ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തു. ആൻഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ എന്തൊക്കെയാണ് നടക്കേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻസ് കൊടുക്കും. കണക്റ്റഡ് ചാറ്റ് ട്രിഗർ നോഡ്. ഓക്കെ, നേരത്തെ നോഡ് അതാണെന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ നമുക്ക് നേരത്തെ നോഡിൽ എന്താണ് ഇൻപുട്ട് വരുന്നത് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഓൺ ദ ലെഫ്റ്റ് സൈഡ് യു ക്യാൻ സീ ദ ഇൻപുട്ട് ഫ്രം ദ പ്രീവിയസ് നോഡ്. ഇവിടെ നമ്മൾ നേരത്തെ ഹായ് മെസ്സേജ് ടൈപ്പ് ചെയ്തില്ലേ, അതാണ് ഇവിടെ ഇത് കാണിക്കുന്നത് ചാറ്റ് ഇൻപുട്ടിനകത്ത്. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ് പോകേണ്ടത്? ഓക്കെ, ഈ ചാറ്റ് ഇൻപുട്ട് ആണെങ്കിൽ അതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ടിട്ടാൽ മതി, അപ്പം അത് വരും. ഓക്കെ, സോ ഈ ഇൻപുട്സിന് ഏത് ഇൻപുട്ട് സെക്ഷൻ ആണ് പോകേണ്ടത്? സെഷൻ ID ആണോ, ആക്ഷൻ ആണോ, ചാറ്റ് ഇൻപുട്ട് ആണോ പോകേണ്ടത്? സോ LLMന് വേണ്ടത് നമ്മുടെ മെസ്സേജ് ആണ്. സോ ചാറ്റ് ഇൻപുട്ട് ആയിരിക്കും ഇവിടെ നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഇനി ഞാൻ AI ഏജന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏജന്റിന് എന്തൊക്കെയാണ് വേണ്ടത്? ഓക്കെ, വാട്ട് ഡസ് എൻ ഏജന്റ് നീഡ്? നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ ഒരു ഏജന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് കമ്പോണൻസ്? Let's list the first component. What is the first component? Yes, the first component is the LLM. Okay, so ഇവിടെ നമുക്കൊരു LLM ഇത് നോക്കാം. Okay, let me just ഇവിടെ LLM ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഏജന്റിന്റെ ഓപ്ഷനിൽ ഇവിടെ താഴെ 3 പ്ലസ് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് പ്ലസ് ഇസ് കോൾഡ് ദ ചാറ്റ് മോഡൽ. ഓക്കെ, സോ ഞാൻ ചാറ്റ് മോഡൽ ക്ലിക്ക് ചെയ്യുമ്പോൾ I can select out of different services. ഓക്കെ, എനിക്ക് കുറേ സർവീസസ് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ AIയുടെ ആവാം, പിന്നെ വേഴ്സലിൻ്റെ ആവാം, ഒലാമ ആവാം, ഗ്രോക്ക് ആവാം, ജെമിനി ആവാം. ആൻഡ് ഇവിടെ നിന്ന് ഞാൻ ഗ്രോക്ക് എന്നൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. നോ, എന്താണ് ഈ ഗ്രോക്ക് എന്ന് പറയുന്നത്? ഗ്രോക്ക് ഇസ് ബേസിക്കലി എ പ്ലാറ്റ്ഫോം. ആൻഡ് ആ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഐ എം ഗോയിങ് ടു GROQ. ഓക്കെ, GROQ ഗ്രോക്ക്. Now, Grok is a service where you can get access to multiple LLMs and all these services would be very fast. നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് മെസ്സേജസ് കിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ കുറേ LLMs നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് യു ക്യാൻ ഓൾസോ ഗെറ്റ് എ ഫ്രീ API key ഹിയർ. കുറേ ക്രെഡിറ്റ്സ് ഉള്ള ഒരു ഫ്രീ API key നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഐ വിൽ ജസ്റ്റ് ഷോ യു വാട്ട് ഓൾ ഡിഫറെന്റ് LLMs are available here. Oh, 1 minute. Yes, മോഡൽസ് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സി ഓപ്പൺ AIയുടെ GPT OSS ഓപ്പൺ സോഴ്സ് മോഡൽ ഇവിടെ ഉണ്ട്. പിന്നെന്താ, ലാമയുടെ കുറച്ച് മോഡൽസ് ഉണ്ട്, വിസ്പർ മോഡൽസ് ഉണ്ട് ഇഫ് യു വോണ്ട് ടു കൺവേർട്ട് ടെക്സ്റ്റ് ടു സ്പീച്ച് ടു ടെക്സ്റ്റ്. പിന്നെന്താ, അവരുടെ തന്നെ കുറച്ച് കോമ്പൗണ്ട് മോഡൽസ് ഉണ്ട്. കാനോപ്പി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കാനോപ്പി ലാബ്സ്, അവരുടെ കുറച്ച് മോഡൽസ് ഉണ്ട്. മിനിമാക്സ് വന്നിട്ടുണ്ട്, ദാറ്റ്സ് എ റിയലി ഗുഡ് മോഡൽ. ക്വെൻ ഉണ്ട്. അങ്ങനത്തെ കുറേ മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ആൻഡ് അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ എൻ്റെ ഗ്രോക്ക് സർവീസ് എനേബിൾ ചെയ്തു. ആൻഡ് ഇവിടെ നമുക്കൊരു ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഈ ക്രെഡൻഷ്യൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അത് ഓപ്ഷൻ കാണാൻ പറ്റും. ബട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ അടിച്ചു കാണിക്കാം. അത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ജനറേറ്റഡ് API key ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇവിടെ ഗ്രോക്കിൽ പോയി കഴിഞ്ഞാൽ ഡോക്സിനകത്ത് ഇവിടെ API key ഓപ്ഷൻസ് കാണും. അതിൽ പോയാൽ യു ക്യാൻ ക്രിയേറ്റ് യുവർ API key ഹിയർ. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതിവിടെ ജസ്റ്റ് ക്രിയേറ്റ് API key ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരു പേര് എൻ്റർ ചെയ്യണം. അപ്പോൾ പേര് എൻ്റർ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ആയിട്ട് വരും. അത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെയും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ ഇവിടെ ഞാനത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇവിടെ ഐ ക്യാൻ സെലക്ട് മൈ മോഡൽ. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മോഡൽസും ഇവിടെ അവൈലബിൾ ആണ്. സോ ഫ്രം ദിസ് ഐ എം സെലക്ടിങ് ദ Llama 3.3 70 billion versatile. Okay, Llama models are the models from Facebook അല്ലെങ്കിൽ Meta.
സോ അത് ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ക്ലോസ് ചെയ്തു. സോ എൻ്റെ AI മോഡൽ ഇവിടെ റെഡിയാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് കമ്പോണന്റ് എന്താ വേണ്ടേ? LLM കഴിഞ്ഞിട്ട് മെമ്മറി. എക്സാക്ട്ലി. ഓക്കെ, ഇനി മെമ്മറി വേണം. ആൻഡ് മെമ്മറി അതിനുവേണ്ടി നമുക്ക് യൂഷ്വലി ഡാറ്റാബേസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുള്ളതാണ്. ബട്ട് റൈറ്റ് നൗ ലെറ്റ്സ് നോട്ട് ഗോ ഇൻ ടു ദാറ്റ്. ഇവിടെ N8 തന്നെ ഒരു സിമ്പിൾ മെമ്മറി നമുക്ക് അവൈലബിൾ ആക്കി തരും. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് അതെല്ലാം സെറ്റാണ്, അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ യു ക്യാൻ സി എ സിമ്പിൾ മെമ്മറി ഇസ് ക്രിയേറ്റഡ്. ഈ മെമ്മറി എന്ത് ചെയ്യും? ഈ ചാറ്റിലെ എല്ലാ ഇൻഫർമേഷനും അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, സോ മെമ്മറിയും റെഡിയായി. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടേ? വാട്ട് ഡു വി നീഡ് നെക്സ്റ്റ്? LLM ആയി, മെമ്മറി ആയി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, യെസ്, നൗ വി നീഡ് ടൂൾസ്. ഓക്കെ, നൗ എന്തായിരുന്നു നമ്മുടെ ഈ ഏജന്റിന്റെ യൂസ് കേസ്? ഞാൻ പറഞ്ഞത് ഏജന്റ് യൂസ് കേസ് എന്തായിരുന്നു? What was the use case for this agent? നേരത്തെ പറഞ്ഞായിരുന്നു, സപ്പോർട്ട്. ബേസിക്കലി ഞാൻ പറഞ്ഞു ഈ ഏജന്റിന് വെബ് ബേസ്ഡ് ആൻസേഴ്സും കൊടുക്കുമെന്ന്, അല്ലേ? വെബിലും പോയിട്ട് ആൻസർ തപ്പിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ഫൈനൽ ആര് തമ്മിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ ചോദിച്ചാൽ ഉത്തരം കിട്ടണം. പക്ഷെ ഗ്രോക്ക് ഡയറക്ട്ലി ആ ഉത്തരം കൊടുക്കൂല. സോ ഇവിടെ ഐ നീഡ് ടു ഇന്റഗ്രേറ്റ് എ വെബ് സെർച്ച് ബേസ്ഡ് ടൂൾ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഐ എം ചൂസിങ് എ സർവീസ് കോൾഡ് ടാവിലൈ സെർച്ച്. എന്താണ് ഈ ടാവിലൈ സെർച്ച്? ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ടാവിലൈ സെർച്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ഓപ്ഷൻ, അല്ലെങ്കിൽ ദിസ് വെബ്സൈറ്റ്. ഇവിടെ പോയാൽ ഇറ്റ് സേസ് കണക്ട് യുവർ AI ഏജന്റ്സ് ടു ദ വെബ്. ആൻഡ് ഇതെന്താ ചെയ്യുന്നത്? ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, whenever there is a need for a web search, okay, if you integrate this tool to your agent, it can go and search the real-time web and find your information. ഓക്കെ, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എപ്പോഴും പ്രവർത്തിക്കണമെന്നില്ല. ഇപ്പോൾ ഹായ് മെസ്സേജിന് വെബ് സെർച്ചിന്റെ ആവശ്യമില്ല, അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് ഈ ടൂൾ യൂസ് ആവില്ല. ബട്ട് ഇഫ് യു ആർ ആസ്കിംഗ് ഫോർ സംതിങ് ലൈക്ക് വാട്ട് ഇസ് എ മാച്ച് ബിറ്റ്വീൻ ഹൂ ഇസ് ദ മാച്ച് ബിറ്റ്വീൻ ഇൻ ദ ഫിഫ വേൾഡ് കപ്പ് ടുഡേ, ഓക്കെ, ഇന്ന് ഫിഫയിൽ ആര് തമ്മിലുള്ള മാച്ചാണ്, അങ്ങനെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇഫ് ദ LLM does not know the answer, what will it do? It would rely on the web search tool to find the answer. So ഇവിടെ നിങ്ങൾ ടാബിലയിൽ പോയാൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് കിട്ടും. ഇതിനകത്ത് യു ക്യാൻ ഗെറ്റ് എൻ API കീ. ഇവിടെ ഒരു ഓപ്ഷൻ കാണും, ഗെറ്റ് എൻ API കീ. ചെയ്ത് കഴിയുമ്പോൾ ലോഗിൻ ഒക്കെ ചെയ്യാം. യെസ്, സോ ഇതിലോട്ട് പോകുമ്പോൾ യു ക്യാൻ ഗെറ്റ് എൻ API കീ ഹിയർ. ഞാൻ ഓൾറെഡി രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ക്യാൻ ജസ്റ്റ് കോപ്പി ദിസ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ലൈക്ക് ദ വൺ ഐ ക്രിയേറ്റഡ് ഇൻ ദ ക്രെഡൻഷ്യൽസ്. നേരത്തെ ക്രെഡൻഷ്യൽസ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. സോ ഇവിടെ N8 പോയി കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു സെലക്ട് ദിസ് പ്ലസ് ഐക്കൺ. ടൂൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോയാൽ ഇതിൽ ടാബിലായി ഒന്ന് സെർച്ച് ചെയ്യാം. Yes, so you can see Tavilai tool here. ഞാൻ അത് ക്ലിക്ക് ചെയ്തു. And ഇവിടെ let me just, I have already created a credential here, but let me just create another one and show you guys. So ഇവിടെ പോയിട്ട് ന്യൂ credential ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ API കീ നിങ്ങളുടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് I can edit the name to Tavilai account to തന്നെ മതി. അല്ലെങ്കിൽ let's say N8 Tavilai എന്തൊരു ക്രെഡൻഷ്യൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. സേവ് ചെയ്യട്ടെ. സോ യു ക്യാൻ സി ആ ക്രെഡൻഷ്യൽ എനിക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. സോ ഐ എം സെലക്ടിങ് ദ ടാവലൈ N8 ടാവലൈ ക്രെഡൻഷ്യൽ. ഇനി എന്താ വേണ്ടേ? ടൂൾ ഡിസ്ക്രിപ്ഷൻ. ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, സെറ്റ് ഓട്ടോമാറ്റിക്കലി ഓർ സെറ്റ് മാനുവലി. എന്ന് വെച്ചാൽ ഈ ടൂൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, LLM-ന് ടൂൾ ആക്സസ് ചെയ്യണമെങ്കിൽ ആദ്യം അറിയണം എന്താണ് ഈ ടൂൾ ചെയ്യുന്നതെന്ന്. അപ്പോഴേ അത് എപ്പോഴാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ യു ആർ ഗിവിംഗ് ദ ടൂൾ ഡിസ്ക്രിപ്ഷൻ ഹിയർ.
if you set automatically, the Tabula itself sets the tool description. If you want, you can set manually here, and you can give whatever you want. Search in Tabula for news related to FIFA 2026. Okay, ഇതാണ് ഞാൻ കൊടുത്ത ഒരു ഡിസ്ക്രിപ്ഷൻ. ഇനി എന്തൊക്കെ റിസോഴ്സാണ് വേണ്ടത്? സെർച്ച് ചെയ്യണോ, ക്രോൾ ചെയ്യണോ, എക്സ്ട്രാക്ട് ചെയ്യണോ, മാപ്പ് ചെയ്യണോ, റീസെർച്ച് ചെയ്യണോ, ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ടാബലയിൽ. പിന്നെ ഓപ്പറേഷൻ ക്വറി വേണോ, ആൻഡ് പിന്നെ എന്താണ് ക്വറിയിലോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, I cannot just simply give a normal query here. I have to give the actual message the user is passing. So ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ നോഡിലുള്ള ആക്ഷൻസ്. ഞാൻ നേരത്തെ മറ്റേ ചാറ്റ് നോഡിൽ ഹായ് ഇൻപുട്ട് കണ്ടില്ലേ, അവിടെ ചാറ്റ് ഇൻപുട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പൊ എന്ത് പറ്റും, നമ്മൾ എന്തെങ്കിലും ചാറ്റിൽ കൊടുത്താൽ അതിവിടെയും ഇൻപുട്ട് ആയിട്ട് പോകും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഇൻ JSON ഫോർമാറ്റ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. Even though I don't want to get too technical, it's just a JSON format. നിങ്ങൾ പൈത്തൺ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡിക്ഷണറി ഫോർമാറ്റിലാണ്. ഇതിൽ നിങ്ങൾക്ക് കീസ് ഉണ്ട്. ഈ കീ ആണ് അവിടെ കൊടുക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ഹായ് ദർ, യു ഹാവ് ടു ഗിവ് ദ കീ. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് ഇതായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇൻപുട്ട് പോകുന്നത്. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഒരു എറർ അടിക്കും, ബിക്കോസ് ചിലപ്പോൾ നമ്മളിങ്ങനെ നോർമലി റൺ ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ഗിവ് ഇറ്റ് ഇൻ ദ ചാറ്റ് ഇറ്റ്സെൽഫ്. ചാറ്റിൽ പോയിട്ട് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഹായ് കൊടുക്കട്ടെ. ലെറ്റ്സ് സീ ഇറ്റ് ഈസ് റണ്ണിങ്. എറർ ഇൻ വർക്ക് ഫ്ലോ. 1 minute. Bad request, failed generation. Secret okay, and run നോക്കട്ടെ. യെസ്, ഇപ്പൊ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഇഷ്യൂസ് കാണും. അത് ടൂൾ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ഗ്രോക്ക് ഇസ് നോട്ട് എ റിയലി ഗുഡ് API. ഓക്കെ, ബട്ട് അത് നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു API ആണ്. നിങ്ങൾക്ക് ബേസിക് ആവശ്യത്തിനെല്ലാം ഗ്രോക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞു ഹായ്. സോ അതൊരു ആൻസർ കൊടുത്തു. ഹലോ, ഇസ് ദർ സംതിങ് ഐ ക്യാൻ ഹെൽപ്പ് യു, ഓർ വുഡ് യു ലൈക്ക് ടു സെർച്ച് for some news related to FIFA 2026? If so, I can call the search in Tabula function for you. Okay, ഇനി ഈ ഔട്ട്പുട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഹാവ് എൻ ഓപ്ഷൻ ഓൾസോ ഹിയർ. ഇവിടെ നെക്സ്റ്റ് നോഡായിട്ട് ഞാനൊരു എഡിറ്റ് ഇതായിട്ട് സെറ്റ് ഫീൽഡ്സ് എന്നൊരു നോഡ് ഇതും. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ JSON ഔട്ട്പുട്ടിൽ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഡിസ്പ്ലേ ചെയ്യും. അതെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്താൽ ഇറ്റ് വുഡ് ബി വെരി കൺഫ്യൂസിങ്. സോ ഇൻ ഓർഡർ ടു ജനറലൈസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഈ ഔട്ട്പുട്ട് ടാഗ് എടുത്തിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഔട്ട്പുട്ടിന്റെ ഇൻഫർമേഷൻ മാത്രമേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ആ ഒരു കീയിന്റെ വാല്യൂ മാത്രമേ അതിവിടെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും, അത് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. എൻ്റെ വർക്ക് ഫ്ലോ ഇനി റെഡിയാണ്. ഇനി ലെറ്റ് മീ ജസ്റ്റ് ടെസ്റ്റ് ദ വർക്ക് ഫ്ലോ. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ടെസ്റ്റ് ദ വർക്ക് ഫ്ലോ. ഞാൻ ചാറ്റ് എടുക്കട്ടെ. ഇപ്പൊ ഞാൻ ഹായ് കൊടുക്കാൻ പോവാട്ടോ. ഐ ഹോപ്പ് യു ക്യാൻ സീ ദ മെസ്സേജ്. മെസ്സേജസ് കാണാൻ പറ്റുമല്ലോ. ഞാൻ അവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് അതോ നല്ല താഴെ പോയത്? ഐ ഹോപ്പ് ഇറ്റ് ഇസ് വിസിബിൾ. സോ ഞാൻ ഇവിടെ ഹായ് ടൈപ്പ് ചെയ്യാൻ പോവാ. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ആൻസേഴ്സ്. യെസ്, ഇവിടെ ഞാൻ ഹായ് ടൈപ്പ് ചെയ്തപ്പോൾ ഇറ്റ് ഹാസ് ഗിവൻ ദ ആൻസർ, ഹലോ ഹൗ കൻ ഐ ഹെൽപ്പ് യു ടുഡേ. ഇവിടെ ഈ വർക്ക് ഫ്ലോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ നോട്ട്സ് ആണ് ഈ ഒരു ആൻസർ പ്രോസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതെന്ന്. ഫസ്റ്റ് ചാറ്റ് മെസ്സേജ്, അതിന്റെ നോഡ് വന്നു. പിന്നെ AI ഏജന്റ് നോഡ് വന്നു. ആൻഡ് ഇവിടെ കാണാൻ പറ്റും ഇറ്റ് ഹാസ് യൂസ് ദ LLM ആൻഡ് ദ മെമ്മറി, ബട്ട് ഇറ്റ് ഹാസ് നോട്ട് യൂസ് ദ Tabula സെർച്ച്. അതെന്തുകൊണ്ടാ? ഒരു ഹായിന്റെ ഒരു ആൻസർ കൊടുക്കാൻ നിങ്ങൾക്ക് വെബ് സെർച്ച് ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഡിഡ് നോട്ട് യൂസ് ദ വെബ് സെർച്ച് ടൂൾ ഹിയർ, and it just relies on the AI agent and the Grok model to answer the questions. Okay, ഇനി ഞാൻ ചോദിക്കാൻ പോവാ
that who is playing in the today's FIFA match. Okay, which teams are playing in today's FIFA match. Let's see if it is giving the correct answer. അതൊരു ചെറിയ ഇഷ്യൂ ആണ്. മേ ബി ഡേറ്റ്സ് കാരണമായിരിക്കും, ബട്ട് ഇറ്റ് ഇസ് ഷോയിങ് യെസ്റ്റർഡേസ് മാച്ച്. ഓക്കെ, ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. ഓക്കെ, ഇന്നലത്തെ മാച്ചാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ ടാവലയുടെ കുറച്ച് ഡേറ്റ്സ്, യു നോ ദ ടൈം ഇഷ്യൂസ് റൈറ്റ്. സോ അതിന്റെ കുറച്ച് ഡേറ്റ്സ് ആയിരുന്നു ഇത് കാണിക്കുന്നത്. ലെറ്റ് മീ ജസ്റ്റ് ആസ്ക് ഹു ആർ പ്ലേയിങ് ദ ഫൈനൽസ് ഫോർ FIFA 2026. Let's see if it is giving the correct answer. And ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ നോട്ട്സ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇവിടെ എൻ്റെ ആൻസർ കൊടുക്കാൻ ടാവലൈസ് സെർച്ചിങ് യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ യു ക്യാൻ സീ എ ഗ്രീൻ ടിക്ക് ഇൻ ദ ടാവലൈസ് സെർച്ച് വിൻഡോ അല്ലെങ്കിൽ വിൻഡോ ഓപ്ഷൻ. ആൻഡ് ഇറ്റ് ഹാസ് ഗിവൻ ദ കറക്റ്റ് ആൻസർ. ദ ടീംസ് പ്ലേയിങ് ഇൻ ദ ഫൈനൽസ് ഫോർ FIFA 2026 ആർ സ്പെയിൻ ആൻഡ് അർജന്റീന. കറക്റ്റ് അല്ലേ? നാളെ അവധിയാണോ നിങ്ങൾക്ക്? യെസ്. അപ്പോൾ I hope this information is correct. I know it's correct, but still asking you. Okay, so അത് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ആക്ടിവേറ്റ് ആയ നോട്ട്സ്. ഓക്കെ, ഇതാണ് എൻ്റെ ആക്ടിവേറ്റ് ആയ നോട്ട്സ്. നൗ ഇത് ക്ലിയർ ആണോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാൻ? Does anybody have any doubts? How it know when to use Tavelay? Is it for large chat? Okay, basically നമ്മൾ ഏജൻസ് ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ there is something called a system prompt. Okay, there is something called a system prompt. ഇത് നമ്മുടെ AI ഏജന്റിൽ സെറ്റപ്പ് ചെയ്ത് വെക്കും. ആൻഡ് ഈ സിസ്റ്റം പ്രോംപ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ വി ഹാവ് ടു സ്പെസിഫൈ ഈച്ച് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ദ ഏജന്റ് ഹാസ് ടു ഡു. ഇപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ഫിഫ വന്നാൽ ഈ ടൂളാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഓരോരോ ഇൻസ്ട്രക്ഷൻസും നമ്മൾ സിസ്റ്റം പ്രോംപ്റ്റിൽ എഴുതി വെക്കും. ആൻഡ് ദ സിസ്റ്റം പ്രോംപ്റ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിസിഷൻസ് ദ AI ഏജന്റ് മേക്സ്. ഓക്കെ, ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് സീ ഓപ്പൺ ഇറ്റ്. ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റേണ്ടതാണ്. സെറ്റിംഗ്സിൽ പോയാൽ right now it is not available, but you can set up the system prompt here. Source for prompt, user message, find below. ഇങ്ങനെ കൊടുക്കാൻ പറ്റും, but you can have a system prompt here. Okay, ഇവിടെ usually കൊടുക്കാൻ പറ്റും. I don't know if the option is not visible right now. So ഇവിടെ നമുക്ക് സിസ്റ്റം പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സിസ്റ്റം പ്രോംപ്റ്റിലാണ് നമ്മൾ എന്തൊക്കെയാണ് ഏജന്റിന് കൊടുക്കേണ്ടത് എന്നൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഏജന്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൂൾസ് ആണ് അവൈലബിൾ, എന്തൊക്കെ ചോദ്യങ്ങൾ വന്നാൽ എന്തൊക്കെ ആക്ഷനാണ് ചെയ്യേണ്ടത്, അതെല്ലാം സിസ്റ്റം പ്രോംപ്റ്റിൽ എഴുതി വെക്കും. ഓക്കെ, ആൻഡ് ടാവിലയിലും വി ഡിസ്ക്രൈബ് ദ ടൂൾ. ഞാൻ നേരത്തെ ചെയ്ത പോലെ അവിടെ ഒരു ടൂൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ എഴുതിയില്ലേ, അതേപോലെ എല്ലാ ടൂൾസിനും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ദ ഏജന്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ടൂൾ ഇസ് ദ അപ്രോപ്രിയേറ്റ് വൺ ടു ചൂസ് ഫോർ ഈച്ച് ആക്ഷൻ. ഓക്കെ അല്ലേ? So system prompt and this tool descriptions are the important decision making framework here. Sandeep, okay alle? ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? If anybody have any other doubts, you can ask right now.
ഈ ഏജന്റ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ലോക്കലി റൺ ചെയ്യാൻ പറ്റും. ലോക്കലി ഇതിൽ ആക്ച്വലി ഇന്റഗ്രേഷൻസ് ഉണ്ട്. ഐ ഹാവ് നോട്ട് മൈസെൽഫ് ട്രൈഡ് ഇറ്റ് ഔട്ട്. ബട്ട് നമുക്ക് ഈ ഏജന്റ് ഇപ്പോൾ ഇതല്ല, നിങ്ങൾക്ക് N8 അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ കോഡിംഗ് വെച്ച് തന്നെ ഏജന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ LangChain ഉണ്ട്, CrewAI ഉണ്ട്, അതിൻ്റെതായ കുറെ ഫ്രെയിം വർക്ക്സും അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് LangChainൽ പോയാൽ തന്നെ അതിലും ഇതേപോലെ കുറെ ഇന്റഗ്രേഷൻസ് അവൈലബിൾ ആണ്. ബട്ട് സംടൈംസ് യു ഹാവ് ടു ഡു സം കോഡ്. ഇവിടെയും ചെയ്യാൻ പറ്റും, ബട്ട് ഐ പേഴ്സണലി ഹാവ് നോട്ട് ട്രൈഡ് ഇറ്റ് ഔട്ട്. ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. കുറെ പേര് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഹൗ ഡു വി നോ വിച്ച് AI to choose in a massive list? ഓക്കെ, സോ AI ചൂസ് ചെയ്യുമ്പോൾ ആൻഡ് ടൂൾസ്. ഓക്കെ, സോ ഈ മാസീവ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ സർവീസസ് ഉണ്ട്. OpenAI ഉണ്ട്, Gemini ഉണ്ട്, ആൻഡ് ഓരോരോ കാര്യത്തിനും അതിൻ്റെതായ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ ഗ്രോക്കിൽ തന്നെ പോയി. ഓക്കെ, ഐ ഗസ് അത് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് നോക്കാം. ഡോക്സിലോട്ട് പോയിട്ട് മോഡൽസ്. ഞാനിപ്പോൾ ഒരു മോഡൽ സെലക്ട് ചെയ്യുക, ലാമ 3.1 8 ബില്യൺ. ആ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ മോഡൽ കാർഡിൻ്റെ താഴെ നിങ്ങൾക്ക് കീ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് കൊടുക്കും. യൂസ് കേസസ് കണ്ടോ, ഇവിടെ ഓരോരോ മോഡൽസിനും അതിൻ്റെതായ യൂസ് കേസ്. ഇവിടെ എന്താ യൂസ് കേസ്? റിയൽ ടൈം ആപ്ലിക്കേഷൻ, പെർഫെക്റ്റ് ഫോർ ആപ്ലിക്കേഷൻസ് റിക്വയറിംഗ് ഇൻസ്റ്റന്റ് റെസ്പോൺസസ് ആൻഡ് ഹൈ ത്രൂപുട്ട്. ഓക്കെ, റിയൽ ടൈം കണ്ടന്റ് മോഡറേഷൻ, ഫിൽട്ടറിംഗ്, ഡൈനാമിക് കണ്ടന്റ് ജനറേഷൻ ഫോർ സോഷ്യൽ മീഡിയ. ഓക്കെ, ഹൈ വോള്യൂം പ്രോസസ്സിംഗ്, ഇതിനെല്ലാം നമുക്ക് ഈ മോഡൽ യൂസ് ചെയ്യാം. ഇപ്പോൾ വേറെ ഏതെങ്കിലും മോഡൽ എടുത്താൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ GPT OSS എടുക്കുക. ഓക്കെ, അതെന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും? ഫ്രോണ്ട് എൻഡ് ഗൈഡ് ഏജന്റിക് ആപ്ലിക്കേഷൻ, നിങ്ങൾ ഏജൻസി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, അഡ്വാൻസ് റീസെർച്ച് ആൻഡ് സയന്റിഫിക് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ഈ മോഡൽസും ഈവൻ ദോ ദേ ആർ ഓപ്പൺ സോഴ്സ്, ദേ ആർ റിയലി ഗുഡ്. ഓക്കെ, അത് ചെറിയ മോഡൽസ് ഒന്നല്ല, വലിയ മോഡൽസ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ഡു സോ മച്ച് ടാസ്ക് ഫോർ യു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ച് തന്നെ ഒരു കോഡിംഗ് അസിസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ചെറിയ മോഡൽസ് ഒന്നും അല്ല. ഓക്കെ, സോ എല്ലാ മോഡൽസിനും അതിൻ്റെതായ ഒരു മോഡൽ കാർഡ് ഉണ്ടാവും. അതിൽ പോയിട്ട് സെർച്ച് ചെയ്യണം ഏതാണ് മോഡൽസ് അപ്രോപ്രിയേറ്റ് എന്ന്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഓൺ റീസെർച്ച്. ഓക്കെ, ആൻഡ് ടൂൾസ് ചൂസ് ചെയ്യുമ്പോൾ എല്ലാ ടൂൾസിനും അതിൻ്റെതായ, ഇപ്പോൾ ഗൂഗിൾ ഷീറ്റ്സ് ഗൂഗിൾ ഷീറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സിന്റെ ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരും. അതിൻ്റെതായ യൂസ് കേസസ് ഉണ്ടാവും, പ്രൈസിങ് ഉണ്ടാവും. ഇതെല്ലാം നോക്കിയിട്ടാണ് ടൂൾസ് സെലക്ട് ചെയ്യുന്നത്. ചിലതിന് പ്രൈസിങ് കുറവായിരിക്കും, ചിലത് പ്രൈസിങ് കൂടുതലായിരിക്കും. നമ്മുടെ യൂസ് കേസും നമ്മുടെ ഒരു ബഡ്ജറ്റും അനുസരിച്ചാണ് ടൂൾസ് ഒക്കെ ചൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഡൗട്ട് എന്താ, വൈ N8 ക്യാൻ യൂസ് LangChain? ഓക്കെ, നൗ ഈ N8 ട്രെൻഡിങ് ആയത് ഇസ് ബിക്കോസ് ഇത് AI-ക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് നോർമൽ വർക്ക് ഫ്ലോസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോർമൽ വർക്ക് ഫ്ലോസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആസ് യു ക്യാൻ സീ, ഐ ഹാവ് നോട്ട് റിട്ടൺ എ സിംഗിൾ ലൈൻ ഓഫ് കോഡ് ഫോർ ദിസ് ഏജന്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ ഇത് ഇസ് ട്രെൻഡിങ് അമോങ് മെനി നോൺ ടെക് റോൾസ് ഓൾസോ. ഓക്കെ, ഫോർ സെയിൽസ് ഓട്ടോമേഷൻ, ഫോർ ലീഡ്സ് ഓട്ടോമേഷൻ, അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജേഴ്സ് ഇത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അവരുടെ കുറച്ച് ക്വരീസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ പിന്നെ എന്താ, പ്രൊജക്ട് മാനേജേഴ്സ് ഈ പ്രൊജക്ടിന്റെ ട്രാക്കിംഗ് ഒക്കെ ചെയ്യും. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് N8 കുറെ വർക്ക് ഫ്ലോസ് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അവർക്ക് കോഡിംഗ് അറിയില്ലെങ്കിലും അവർക്ക് അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വാട്ട് കൈൻഡ് ഓഫ് പ്രൊജക്ട്സ് ക്യാൻ ബി ഡു യൂസിങ് N8? ഞാൻ നേരത്തെ ഏജൻസിന്റെ ആപ്ലിക്കേഷൻസ് കൊടുത്തില്ലേ, അതിൽ മറ്റേ കസ്റ്റമർ സർവീസ് ഏജന്റ് കണ്ടായിരുന്നോ? അതൊരു നല്ല പ്രൊജക്റ്റ് ആണ്. പിന്നെ ഇഫ് യു ഡോണ്ട് വാണ്ട് AI റിലേറ്റഡ് പ്രൊജക്ട്സ്, യു ക്യാൻ ഡു സം ഓട്ടോമേഷൻസ് ഇൻ യുവർ റിയൽ ലൈഫ് ഇറ്റ് സെൽഫ്. നിങ്ങളുടെ മെയിൽസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം നമുക്ക് ഏജന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏജന്റ് അല്ല, വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും ഓട്ടോമേഷൻ ആവശ്യമുണ്ടോ, അത് നോക്കുക. അല്ലെങ്കിൽ കുറെ ജനറിക് എക്സാമ്പിൾസ് ഉണ്ട്. കസ്റ്റമർ സർവീസ് ബോട്ടായി, സെയിൽസ് ജനറേഷൻ ആയി, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്കൊരു കറണ്ട് ന്യൂസിന്റെ മെയിൽ വരണം, അതിനുവേണ്ടി ഒരു ഏജന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ഗുഡ് ഏജന്റ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മെയിൽ സെൻഡ് ചെയ്ത് തരും, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. അങ്ങനത്തെ കുറച്ച് പ്രൊജക്ട്സ് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ദോസ് ആൻഡ് ഓൾ ആർ ഗുഡ് പ്രൊജക്ട്സ്. ബേസിക്കലി ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ ഈ ആസ്പെക്റ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ ടാസ്ക്സ് എല്ലാം നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്താൽ those and all are good projects. Okay, yes, an orchestrator and an agent in N8 are same. Basically നമുക്ക് ഈ ഏജന്റിൽ തന്നെ മൾട്ടിപ്പിൾ ഏജന്റ്സ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലെ ടൂൾസിന് പകരം യു ക്യാൻ ആക്ച്വലി ഇന്റഗ്രേറ്റ് മൾട്ടിപ്പിൾ ഏജന്റ്സ് ഇൻസൈഡ് ഇറ്റ്. അങ്ങനെയും ചെയ്യാൻ പറ്റും. ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് എ മൾട്ടി ഏജന്റ് വർക്ക് ഫ്ലോ ഹിയർ.
ഇവിടെ ഓർക്കസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ഉണ്ടോ എന്ന് ഐ ഡൗട്ട് ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് സോ. ഏജന്റ് തന്നെയുള്ള. പിന്നെ എ ഐയിലോട്ട് പോകുമ്പോൾ നോ, വി ജസ്റ്റ് ഹാവ് ദ ഏജന്റ് മോഡ് ഇറ്റ് സെൽഫ്. ബട്ട് ഇതിൽ തന്നെ നമുക്ക് ചിലപ്പോൾ വേറെ ഏജൻസും കമ്പൈൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് സിസ്റ്റം പ്രോംപ്റ്റിൽ ഇതാക്കാൻ പറ്റും. ഹൗ സെക്യൂർ ഇസ് ഇറ്റ് വെൻ കംസ് ടു പേഴ്സണൽ ഡേറ്റാസ്? ക്ലൗഡ് മോഡൽ സെക്യൂർ ആണ്, ബിക്കോസ് ഈ കമ്പനീസിനെല്ലാം സെക്യൂരിറ്റി ഒരിക്കലും റിസ്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദീസ് ആൻഡ് ഓൾ ആർ ടോപ്പ് കമ്പനീസ്. ഇവര് അവരുടെ ഡാറ്റ സെക്യൂർ ആയിട്ട് വെക്കാനേ നോക്കത്തുള്ളൂ. ഇനി if you are a private company that or a private person that has much secure like needs high security, നിങ്ങൾക്ക് N8 ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഓൺ സെർവറിൽ റൺ ചെയ്ത് വെക്കാൻ പറ്റും, സോ ദാറ്റ് യുവർ ഡാറ്റ ഡസ് നോട്ട് ഗോ എനിവെയർ. ഇപ്പോൾ ക്ലൗഡിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലൗഡ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സെർവർ ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെയും നിങ്ങൾക്ക് N8 ക്ലൗഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ സെർവർ ഉണ്ടെങ്കിൽ അതിലോട്ടും N8 ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. NPM ഇല്ലേ, നോഡ് JS നോഡ് പാക്കേജ് മാനേജർ, അപ്പം അത് വെച്ചിട്ട് നമുക്ക് N8 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. NPM ഇൻസ്റ്റാൾ N8 എന്തോ കമാൻഡ് ഉണ്ട്, അത് അടിച്ചു കഴിയുമ്പോൾ N8 ഇതേ സാധനം അവിടെയും നമുക്ക് അവൈലബിൾ ആവും. ഓക്കെ, യെസ്. എനിത്തിങ് എൽസ്? ഇസ് N8 പ്രൊവൈഡ്? യെസ്, ഗാർഡ് റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ ഈ ഓപ്ഷൻസിൽ AI ഏജന്റ് എടുത്തപ്പോൾ യു ക്യാൻ സി ദ ഗാർഡ് റെയിൽസ് ഓപ്ഷൻ ഹിയർ അല്ലേ. ഗാർഡ് റെയിൽസ് ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ബട്ട് യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് ഓൺ യുവർ സെൽഫ്. ഓക്കെ, പിന്നെന്താ? ഇസ് N8 ഫ്രീ ടു യൂസ്? അതാണ് ഞാൻ പറഞ്ഞത്. N8 ക്ലൗഡ് വേർഷൻ ആക്ച്വലി 14 day ഫ്രീ ട്രയലാണ് കൊടുക്കേണ്ടത്. ദർ ഇസ് എ പ്രൈസിങ് ഹിയർ. ഞാനിവിടെ അത് കാണിച്ചില്ലായിരുന്നു. ദർ ഇസ് എ പ്രൈസിങ് ഹിയർ. I'll show you the pricing. It's a bit expensive actually. 20 euros-ഉം 50 euros ഒക്കെയാണ് പ്രോ സ്റ്റാർട്ടർ ബിസിനസ് എന്റർപ്രൈസ് പാക്കേജസിന്. പിന്നെ സെൽഫ് ഹോസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെൽഫ് ഹോസ്റ്റഡ് മോഡും ഉണ്ട്. അതിൽ എന്തൊക്കെ അവൈലബിൾ ആണ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സെൽഫ് ഹോസ്റ്റഡ് മോഡിൽ നമ്മൾ എന്താ നോക്കണ്ടേ, അവരെന്ത് നോക്കും, അതെല്ലാം ഇവിടെ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെൽഫ് ഹോസ്റ്റഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോസ്റ്റ് കുറച്ചും കൂടി കുറയും. ഓക്കെ, അവരുടെ കുറച്ച് സ്പെസിഫിക് നോട്ട്സിന് മാത്രമേ നിങ്ങൾ കോസ്റ്റ് കൊടുക്കാനുള്ളൂ, ബാക്കി എല്ലാ കോസ്റ്റും കുറയും. ബട്ട് ബിക്കോസ് യു ആർ യൂസിങ് യുവർ ഓൺ സെർവർ, അവർ പിന്നെ ഒന്നും എൻഷുർ ചെയ്യേണ്ട ആവശ്യമില്ല. So N8 is not fully free to use, but with this 14 day free trial you can try it out, learn it, and then പിന്നെ ഇത് കുറെ ഫ്രീലാൻസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. കുറെ ബിസിനസ്സിന് ഓട്ടോമേഷൻസ് ബിൽഡ് ചെയ്യാൻ. അപ്പോൾ ആ ബിസിനസ് തന്നെ N8 വേണ്ടി പേ ചെയ്യും. യു ക്യാൻ ജസ്റ്റ് യൂസ് ഇറ്റ് വിത്ത് ദെയർ മണി ഫോർ ബിൽഡിംഗ് പ്രോജക്ട്സ് ഫോർ ദം. ഓക്കെ, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ തന്നെ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. എനിത്തിങ് എൽസ്? ഡൗട്ടൊക്കെ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നല്ലൊരു സെക്ഷനായിരുന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ ലിങ്ക്ഡിൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, if you guys have any doubts you can message me in LinkedIn. If you have any doubts you can message me in my LinkedIn. നമുക്ക് ആൻസർ ചെയ്യാം. സോ താങ്ക് യു ഗൈസ്. എന്തായാലും നിങ്ങളുടെ സെഷൻ കേട്ടിരുന്നതിന്, പിന്നെ ഇത്ര പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതും നല്ല കാര്യം. സോ താങ്ക് യു ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, അല്ലെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ ഇൻ മൈ ലിങ്ക്ഡിൻ. ഐ എം എ ആക്റ്റീവ് മെമ്പർ ഇൻ ലിങ്ക്ഡിൻ. ഞാൻ ലിങ്ക്ഡിനാണ് കൂടുതൽ നോക്കാറുള്ളത്, അപ്പോൾ യു ക്യാൻ മെസ്സേജ് മീ ദർ. സോ യാ, താങ്ക് യു അഭിനവ്. താങ്ക് യു വിഷ്ണു. സാറൊന്നും വേണ്ട, ചേട്ടാ മതി. താങ്ക് യു അഞ്ജലി. താങ്ക് യു. താങ്ക് യു. യെസ്, ഇന്ന് കുറേ പേര് ഫൈനൽ കാണാൻ പോകാമെന്ന് തോന്നുന്നു.
സെഷൻ കഴിഞ്ഞു. എല്ലാവർക്കും ലീവ് ആവാം. യെസ് യെസ് ബ്രോ. ശരി എന്നാ, താങ്ക് യു ബ്രോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.